എല്ലാവർക്കും വീണ്ടും സൗമ്യാസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി ഒരു സ്പൈസി കൊഴുക്കട്ടയാണ്. അപ്പോൾ ഇതുവരെ ഞാൻ കാണിച്ചിട്ടുള്ള ഒരു മധുരമുള്ള കൊഴുക്കട്ട, എള്ള് കൊഴുക്കട്ടയുടെ റെസിപ്പിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതൊരു സ്പൈസി വേർഷനാണ്. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും കഴിക്കാൻ പറ്റും. അതേപോലെ ഈവനിങ് ടിഫനായിട്ട് ചായയ്ക്ക് ഒരു കടിയൊക്കെ ആയിട്ട് ഇത് കഴിക്കാനൊക്കെ വളരെ ടേസ്റ്റാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അധികം ബുദ്ധിമുട്ടില്ലാതെ തന്നെ, അധികം കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഈ കൊഴുക്കട്ടയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതായത് പച്ചരിപ്പൊടി എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ നമ്മൾ പത്തിരിക്കൊക്കെ, നൈസ് പത്തിരിക്കൊക്കെ യൂസ് ചെയ്യുന്ന പത്തിരി പൊടി. അപ്പോൾ അത് 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇവിടെ ഒരു വലിയൊരു പാത്രത്തിൽ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ ആവശ്യത്തിന് ഉപ്പും ഒരു 1/2 ടീസ്പൂൺ എണ്ണയും കൂടി ഒന്ന് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലെ വെള്ളം എത്ര എടുക്കേണ്ടത് എന്നുള്ള കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഞാൻ 1 കപ്പ് അരിപ്പൊടിക്ക് 1.25 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കണക്ക് നിങ്ങൾ എത്ര അരിപ്പൊടി എടുക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ 1.25 കപ്പ് വെള്ളം. പിന്നെ ഞാനിവിടെ കുറച്ച് തേങ്ങയും, അതായത് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതും ഒരു 1/2 ടീസ്പൂൺ ജീരകം കൂടി ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെ ഇതുപോലെ. അപ്പോൾ ആ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ ആ തേങ്ങയും ജീരകവും കൂടി ഒന്ന് ചതച്ച് വെച്ചത് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ ഒരുവിധം ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ആ അരിപ്പൊടിയും കൂടിയും ഇതിലേക്ക് 2 കപ്പ് അരിപ്പൊടി എടുത്ത് വെച്ചിരിക്കുന്നത് ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. അത് അരിപ്പൊടി കട്ട പിടിക്കാതെ വേണം വേഗം ഇളക്കണം. എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്യുക. സ്റ്റവ് ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. അരിപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് സ്റ്റവ് ഓഫ് ചെയ്യുക. എന്നിട്ട് ആ കയ്യിൽ കൊണ്ട് നന്നായിട്ട് ഇളക്കണം. എന്നിട്ട് ഒരുവിധം ഒന്ന് ചൂട് ആറിയതിന് ശേഷം കൈ കൊണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നമുക്ക്. എന്നാലേ എല്ലാം നന്നായിട്ട് മിക്സായിട്ട് കിട്ടുള്ളൂ. ഇതിപ്പോൾ ഈ സ്റ്റെപ്പ് ഞാനിപ്പോൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. കാരണം പത്തിരിക്കും അതേപോലെ കൊഴുക്കട്ടയൊക്കെ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതിൻ്റെ അതേ സ്റ്റെപ്പ് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുത്ത് നല്ല സോഫ്റ്റ് മാവ് നമുക്ക് കിട്ടും. ഇതുപോലെ അധികം ഒട്ടിപ്പിടിക്കാത്ത അത്രയും ഇതുപോലെ നമുക്ക് ഉരുട്ടാൻ പറ്റിയ ആ ഒരു സൈസിനുള്ള മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടും. എന്നിട്ട് ഇത് ഇതുപോലെ ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് ഉരുട്ടി വെക്കണം. അപ്പോൾ ഇതുപോലെ ഞാനിത് ഒരു മീഡിയം സൈസ്, നല്ല ചെറുതല്ല നല്ല വലുതുമല്ല, ഒരു മീഡിയം സൈസ് ഞാനിവിടെ ഉരുട്ടി വെച്ചിട്ടുണ്ട് ഇതുപോലെ. എന്നിട്ട് ഇത് നമുക്കൊന്ന് ആവിയിൽ വെച്ച് ഒന്ന് വേവിക്കണം. അപ്പോൾ ഒരു ഇഡ്ഡലി കുക്കറിലോ അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ ആവിയിൽ വേവിക്കുന്ന പോലെ ഏത് പാത്രമുള്ള വെച്ചാൽ അതിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ അതേപോലെ ഇവിടെ നമ്മുടെ കൊഴുക്കട്ടയൊക്കെ ഞാൻ വേവിച്ച് എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക. അപ്പം നല്ല സോഫ്റ്റായിട്ട് ഉള്ള ബോൾസ് നമുക്ക് കിട്ടും. എന്നിട്ട് അടുത്ത സ്റ്റെപ്പാണ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. അടുത്തതാണ് നമ്മൾ സ്പൈസി കൊഴുക്കട്ടയ്ക്കുള്ള സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഒരു കടായിൽ എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് കടുക് പൊട്ടിക്കുക. പിന്നെ ഉഴുന്നും പരിപ്പും ഉണക്കമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുക്കുക. അതൊന്ന് നന്നായിട്ട് പൊട്ടണം. ഇപ്പോൾ ഉഴുന്നും പരിപ്പ് എല്ലാം ഇട്ടു. എന്നിട്ട് ഒരു ടീസ്പൂൺ പച്ചരിയും കൂടി അതിലേക്ക് ഞാൻ ഇടുകയാണ്. അപ്പോൾ ആ പച്ചരി ആ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് ഇങ്ങനെ പൊട്ടി വരുമ്പോൾ അത് ആ കൊഴുക്കട്ട കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ പച്ചരിയും കൂടി ഇട്ടിട്ട് അതും കൂടി നന്നായിട്ട് വറുക്കുക. അപ്പോൾ അതെല്ലാം പൊട്ടിയ ശേഷം നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന കൊഴുക്കട്ട അതിലേക്ക് ഇടുകയാണ്. ഇട്ടിട്ട് എല്ലാം കൂടി നന്നായിട്ട് ആ കൊഴുക്കട്ടയിൽ ഇതെല്ലാം വറുത്തിട്ടതൊക്കെ നന്നായിട്ട് പിടിക്കുന്ന പോലെ ഇളക്കുക. നന്നായിട്ട് എല്ലാം ഇളക്കിയതിന് ശേഷം
ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി അതിൻ്റെ മേലെ ഒന്ന് നന്നായിട്ടൊന്ന് വെതറി കൊടുത്തിട്ട് അതും കൂടിയും ഒന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം മുളക് പൊടിയുടെ ആ ഒരു പച്ചമണമൊക്കെ പോകുന്ന വരെ ഒരു 5 മിനിറ്റ് നേരം ഒന്ന് കടായി കിടന്നൊന്ന് നന്നായിട്ടൊന്ന് ചൂടാവണം. അപ്പം മുളക് പൊടിയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് പോവും. അപ്പോൾ അതിൽ നിങ്ങളുടെ എരിവിൻ്റെ അളവ് നോക്കിയിട്ട് മുളക് പൊടി ചേർത്താൽ മതി. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. കാരണം മോളുണ്ട്, മോൾക്കും കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പാകത്തിനാണ് മുളക് പൊടി ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഉപ്പ് തികഞ്ഞില്ലെങ്കിൽ കുറച്ച് ഉപ്പ് മേലെ വെതറി കൊടുത്ത് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കുക. ഉപ്പ് പിടിക്കും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്പൈസി കൊഴുക്കട്ട ഇവിടെ റെഡിയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഒരു ഇൻട്രസ്റ്റിംഗ് കണ്ടൻറ്റായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.